നമുക്ക് ഒരു വെറൈറ്റിയായ പാഷൻ ഫ്രൂട്ട് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി 2 ടേബിൾ സ്പൂൺ പുഡിംഗ് പൗഡറിലേക്ക് ഒരല്പം പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഒരു പാക്കറ്റ് പാലിലേക്ക് ഇതൊഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഇതൊന്ന് നന്നായി കുറുക്കിയെടുക്കണം. അപ്പോഴേക്കും നമുക്കൊരു 4 പാഷൻ ഫ്രൂട്ടിലെ പൾപ്പ് എടുത്ത് അതിലൊരൽപ്പം പഞ്ചസാരയും ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒരൽപ്പം മിൽക്ക് മെയ്ഡ് എന്ന ഓപ്ഷനാണ്. എന്നിട്ടൊന്ന് കുറുക്കി മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ബദാമും നിലക്കടലയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. ഇനി അടുത്തത് ഒരു പാനിലേക്ക് ബട്ടർ ഒഴിച്ച് അതിലേക്ക് ബ്രെഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ച് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ച് മറിച്ചിട്ടാൽ മതി. ഇത് ഒന്ന് ടോസ്റ്റായി വരുമ്പോൾ നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒരൽപ്പം ബട്ടർ പുരട്ടി അതിലേക്ക് ഈ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡെല്ലാം ഒന്ന് നിരത്തി കൊടുക്കണം. ഈ ബ്രെഡെല്ലാം ഫസ്റ്റ് ലെയർ ഒന്ന് നിരത്തി വെച്ച് അതിലേക്ക് നമ്മൾ ആക്കി വെച്ച പുഡിംഗ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടിച്ച് വെച്ച നട്ട്സ് എല്ലാം ഒന്ന് മേലെ ഒരു ലെയർ ഇട്ട് കൊടുത്ത് നമുക്കതിലേക്ക് അല്പം ഫ്രൂട്ട്സ് ഈത്തപ്പഴവും പഴവും ആപ്പിൾ മുറിച്ചതും വെച്ച് അതിലേക്ക് നമുക്ക് അടുത്ത ലെയർ ബ്രെഡ് വെച്ച് നിരത്തി വെച്ച് അതിൻ്റെ മേലെ നമുക്ക് ബാക്കി വന്ന മിക്സും കൂടി ഒഴിച്ച് അതിൻ്റെ മേലെയും നമുക്ക് ഫ്രൂട്ട്സും പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് എല്ലാം ഒന്ന് നിരത്തി നമുക്കൊന്ന് 1 അവർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴത്തെ തന്നെ വെച്ചാൽ മതി. സ്വാദിഷ്ടമായ നമ്മുടെ ബ്രെഡ് പാഷൻ ഫ്രൂട്ട് പുഡിംഗ് റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.